കേരള തീരത്തെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇതിന്റെ ഭാഗമായി കടലാക്രമണത്തിനും തീരദേശ മേഖലകളിൽ വെള്ളം കയറുന്നതിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. മൺസൂൺ ശക്തി കുറഞ്ഞിട്ടില്ല. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ആലപ്പുഴ മഴയ്ക്കും സാധ്യതയുണ്ട്. മധ്യ അറബിക്കടലിന്റെ ചില ഭാഗങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ മൺസൂൺ എത്താൻ സാധ്യതയുള്ളത്. തമിഴ്നാടിന്റെ ശേഷിക്കുന്ന മേഖലകൾ, ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറൻ, മധ്യ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും മൺസൂൺ എത്താൻ സാധ്യത കൂടുതലാണ്. കൂടാതെ ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മു കശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ മലനിര സംസ്ഥാനങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ ജൂൺ 16 വരെയാണ് വിവിധ ദിവസങ്ങളിലായി മഴയ്ക്ക് സാധ്യതയായി കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, പടിഞ്ഞാറൻ രാജസ്ഥാൻ, കിഴക്കൻ ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ആലിപ്പഴ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ, ഡൽഹി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ആലിപ്പഴ മഴ പെയ്യാൻ കാരണമാകുന്നത്. ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നും കർഷകർ ആശങ്കപ്പെടുന്നു. മാത്രമല്ല, മൺസൂൺ കേരളത്തിലും സജീവമാകുമെന്നാണ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പറയുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന്റെ സാധ്യത വർദ്ധിക്കുകയാണ്. വലിയ ഉയരമുള്ള തിരമാലകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി കടലാക്രമണത്തിനും തീരദേശ മേഖലകളിൽ വെള്ളം കയറുന്നതിനും സാധ്യത കൂടുതലാണ്. അതായത് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് കടലിൽ ദൂരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ കാറ്റിന്റെയോ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയോ ഫലമായാണ് വലിയ തിരമാലകൾ തീരത്തേക്ക് എത്തിച്ചേരുക. ആയതിനാൽ സാധാരണ തിരമാലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മുന്നറിയിപ്പില്ലാതെയാണ് ഈ കടൽ വെള്ളം കരയിലേക്ക് അതിവേഗം കയറി വരിക. അങ്ങനെ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാൽ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തെ കൃത്യമായും ജാഗ്രതയോടെയും കാണേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.